إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, നമ്മുടെ വീടും മക്കളും സംബന്ധിച്ച് സ്കൂൾ പഠനവുമായി ബന്ധപ്പെട്ട തിരക്കുകളൊക്കെ അവസാനിച്ച് വേനൽ അവധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏകദേശം 2 മാസത്തോളമുള്ള വേനലവധിയിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സന്താനങ്ങൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അതിനെ അനുഗ്രഹമായും പരീക്ഷണമായും ഫിത്നയായും ഒക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് ആൺകുട്ടികളെ മാത്രം, ചിലർക്ക് പെൺകുട്ടികളെ മാത്രം, ചിലർക്ക് ആണും പെണ്ണും ഇതൊക്കെ നൽകുന്നവൻ അല്ലാഹുവാണ്. ചിലർക്ക് മക്കളില്ലാതെ അവസ്ഥയും ഇതൊക്കെ ഖുർആൻ എടുത്തു പറഞ്ഞതായി കാണാം. അങ്ങനെ അല്ലാഹു എടുത്തു പറഞ്ഞത് ഇങ്ങനെയൊക്കെ സന്താനങ്ങളെ നൽകുക എന്ന് പറയുന്നത് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹമാണ് എന്ന് നിലക്കാണ്. സൂറത്തുൽ അംഫാലിലെ 28-ാമത്തെ ആയത്തിൽ വഅലമു അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന വ അന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്നയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് അള്ളാഹുവിന്റെ ഉണർത്തലാണ്. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പാദ്യങ്ങളും അല്ലെങ്കിൽ ധനങ്ങളും ഫിത്നയാകുന്നു. ഫിത്ന എന്നുള്ള വാക്ക് ഒരുപാട് അർത്ഥങ്ങളിൽ ഖുർആനിലും ഹദീസിലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഫിത്ന ഷർറ് കൊണ്ട് മാത്രമല്ല, ഖൈറ് കൊണ്ടും ഫിത്നയുണ്ടാകും, അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വത്ത് നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ആകാവുന്നത് പോലെ നമ്മുടെ മക്കളും നമുക്ക് അനുകൂലമോ പ്രതികൂലമോ അല്ലെങ്കിൽ ഖൈറോ ഷർറോ ഉപകാരമോ ഉപദ്രവമോ ഒക്കെ ആയി മാറാം. തുടർന്ന് അള്ളാഹു പറയുന്നത് വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിൽ തന്നെ രണ്ടും അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. സമ്പത്തും സന്താനങ്ങളും പരീക്ഷണമാണ്. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാൽ സമ്പത്തും സന്താനവും ശരിയായി ഉപയോഗിച്ചാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം നേടാകുന്ന 2 സംഗതികളാണ്. അതിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യാതിരുന്നാൽ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് സമ്പത്തും പരീക്ഷണമായിരിക്കും, സന്താനങ്ങളും പരീക്ഷണമായിരിക്കും. ഇതെങ്ങനെയൊക്കെ പരീക്ഷണമാകുന്നു എന്നുള്ളത് വിശദീകരിക്കാതെ തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കുകയും രക്ഷിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സംഗതികളാണ്. ദുനിയാവിൽ തന്നെ എങ്ങനെ പരീക്ഷണമാകും, എങ്ങനെ അത് സന്തോഷത്തിന് പകരം സന്താപമാകും, എങ്ങനെ അത് ഖേദമാകും, എങ്ങനെ ഖൈറിന് പകരം മക്കൾ ഷർറാകും എന്നത് ഒട്ടുമുക്ക വീടുകളിലും ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടത് വിശദീകരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നൽകുന്ന അനുഗ്രഹമായും ആ സന്താനങ്ങളിലൂടെ ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമ ലഭിക്കുവാനും മാനസികമായ വിശാലതയുണ്ടാകുവാനും അതുപോലെ തന്നെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുവാനും പ്രയാസകരമായ കാര്യങ്ങളിൽ മക്കൾ സഹായകമാകുവാനും ദുനിയാവിലായിരുന്നാലും പരലോകത്തായിരുന്നാലും ബിറിലേക്ക്, നന്മയിലേക്ക്, പുണ്യത്തിലേക്ക് മാതാപിതാക്കളെ നയിച്ചും തെളിച്ചും കൊണ്ടുപോകാവുന്ന സന്താനങ്ങളായി മാറുമെന്നതും അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കൾക്ക് മക്കൾ സംരക്ഷണമാകുമെന്നും അങ്ങനെ പരലോകത്തും ദുനിയാവിലും ഖൈറായി തീരുമെന്നുമൊക്കെ ഖുർആനും ഹദീസും ഒരുപാട് ആയത്തുകളിലൂടെ പ്രതിപാദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പെരുന്നാൾ ഖുത്ബയിൽ 3 കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ ഒന്ന് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അന്നോദിയ ഒരായത്ത് തന്നെ വീണ്ടും ഇവിടെ ഓതുകയാണ്. സൂറത്ത് തൂറിലെ 21-ാമത്തെ ആയത്ത് വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതുഹും, വിശ്വസിച്ചവരും ആ വിശ്വസിച്ച ആളുകളെ വിശ്വാസത്തോടുകൂടി പിൻപറ്റുന്ന അവരുടെ സന്താനങ്ങളും. അപ്പൊ ദുനിയാവിൽ ഇങ്ങനെ വാപ്പയും മക്കളും കുടുംബമായിട്ട് ജീവിക്കുന്നവരെ കുറിച്ച് മാത്രം, അവരെ കുറിച്ചല്ല അള്ളാഹു പറയുന്നത്. അങ്ങനെ ജീവിക്കുന്നതോടൊപ്പം വിശ്വസിച്ചിട്ടുണ്ട് മാതാപിതാക്കൾ വിശ്വസിച്ച ശരിയായ അഖീദയിൽ മക്കൾ മാതാപിതാക്കളെ പിന്തുടർന്നിരിക്കുന്നു. അതാണ് ഇവിടെ അടിസ്ഥാനം. അഖീദ ഉൾക്കൊണ്ട, തൗഹീദ് ഉൾക്കൊണ്ട, ശിർക്കിനെ ഒഴിവാക്കിയ
അതിന്റെ അടിസ്ഥാനത്തിൽ വലാവും ബറാവും ഒക്കെ പുലർത്തുന്ന മാതാപിതാക്കൾ, ആ വിഷയത്തിൽ മാതാപിതാക്കളെ അനുകരിക്കുന്ന പിന്തുടരുന്ന മക്കൾ, അൽഹഖ്ന ബിഹിം ദുർരിയത്തഹും, പരലോകത്ത് ഈ മക്കളെ മാതാപിതാക്കളോടൊപ്പം അള്ളാഹു ചേർക്കും, അവരെ ലയിപ്പിക്കും. അവർ ചെയ്ത ഒരു കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ചു കളയുകയില്ല. എല്ലാ മനുഷ്യനും അവൻ സമ്പാദിച്ചതിനോട് റഹീൻ, പണയംപ്പെട്ടവനാകുന്നു എന്ന ഓർമ്മപ്പെടുത്തലും അള്ളാഹു ഈ ആയത്തിൽ നടത്തും. അപ്പൊ ജീവിതം കുടുംബപരമായി ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും ഉണ്ടാകണം. അള്ളാഹു അങ്ങനെ ആക്കിത്തരുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. പക്ഷെ എന്താ, അവിടെ തന്നെ പറഞ്ഞു, മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴും പിൻപറ്റുന്ന മക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴും വിശ്വാസവും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാതാപിതാക്കളെ പിന്തുടരലുമാണ്. അപ്പൊ ഇത് അല്പമൊക്കെ ബോധമുള്ള എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന സംഗതികളാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. ദുനിയാവിൽ അങ്ങനെയാകണം, പരലോകത്തും അങ്ങനെയാകണം. നല്ല കുടുംബമായി ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും ബാപ്പയുമ്മയും മക്കളൊക്കെ ഇത് ജീവിക്കണം. അങ്ങോട്ടെത്തണമെങ്കിൽ എന്തുണ്ടാകണം? ഈ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഈ ഒരവസ്ഥയിൽ കുടുംബത്തെ, മക്കളെ മാറ്റിക്കൊണ്ടുവരാൻ മാതാപിതാക്കൾ ശ്രമിക്കേണ്ടതുണ്ട്. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളെല്ലാവരും മേയ്ക്കുന്ന ആളുകളാണ്, ഇടയന്മാരാണ്. കന്നുകാലികളെ, ആടുകളെയൊക്കെ തെളിച്ചു കൊണ്ടുപോകുന്ന ആളുകൾക്ക് നമ്മൾ ഇടയൻ എന്ന് പറയാം. അപ്പോ അതുപോലെ കുടുംബത്തെ തെളിച്ചു കൊണ്ടുപോകുന്ന കുടുംബത്തിന്റെ ഇടയന്മാരാണ് നിങ്ങളിൽ ഓരോരുത്തരും. ഇനി കുടുംബമല്ലാത്തതിൽ പള്ളി, മദ്രസ, കമ്മിറ്റികൾ, മഹല്ല് സംവിധാനങ്ങൾ, രാജ്യം, ഭരണം, എവിടെയൊക്കെ ആളുകൾ വരുന്നുവോ, ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുന്നുവോ അവർക്കൊക്കെ അവരുടേതായ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എല്ലാം, ഒരാളെന്നല്ല, ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരവാദിത്തമുണ്ട്. കുല്ലുക്കും റായിൻ, നിങ്ങളെല്ലാം ഇടയന്മാരാണ്. കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, ഓരോരുത്തരും അവനവന്റെ കീഴിലുള്ള പ്രജകളെ കുറിച്ച്, ആരെയാണോ നമ്മൾ തെളിച്ചു കൊണ്ടുപോകുന്നത്, ആരുടെ ഉത്തരവാദിത്തമാണോ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്, ആ ഏൽപ്പിക്കപ്പെട്ടവരെ കുറിച്ച് ആരെ ഏൽപ്പിച്ചുവോ ആ ഏൽപ്പിക്കപ്പെട്ട ആളോട് അതിനെക്കുറിച്ച് ചോദിക്കപ്പെടും. ബാപ്പ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ചോദിക്കപ്പെടും. ഭാര്യ ഭർത്താവിനോടുള്ള കടമകളും ഭർത്താവിന്റെ സ്വത്ത്, വീട്, മക്കൾ ഇവയൊക്കെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ഇതും ചോദിക്കപ്പെടും. ഇതൊക്കെ ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ ഇടയന്മാരാണ്. നമ്മുടെ കീഴിൽ നമ്മൾ സംരക്ഷിക്കേണ്ടുന്ന, പരിപാലിക്കേണ്ടുന്ന ആളുകളുണ്ട്. ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചുവോ എന്നത് ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയില്ല. ബാപ്പയും ഉമ്മയും കൂടിച്ചേരുമ്പോൾ അവിടെ രണ്ടുപേർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ വലിയ ഉത്തരവാദിത്തമുള്ളത് ആർക്കാണ്? ബാപ്പക്കാണ്. കാരണം ബാപ്പയാണ് കുടുംബത്തിന്റെ കയ്യും, അതിനെ നയിച്ച് നേതൃത്വം നൽകി കൊണ്ടുപോകുന്ന, സമ്പത്ത് ചെലവഴിക്കുന്ന ഉത്തരവാദിത്തമുള്ള ആള് പിതാവാണ്. അതുകൊണ്ട് തന്നെ പിതാവിനാണ് മക്കളെയും കുടുംബത്തെയും ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും ഗൗനിക്കുകയും ശിക്ഷണം നൽകുകയും നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ഈ മക്കൾ, അല്ലെങ്കിൽ എന്റെ മക്കൾ, ദുനിയാവിലും നാളെ ആഖിറത്തിലും എന്റെ പിന്മുറക്കാരായി ഞാൻ സ്വീകരിച്ചിട്ടുള്ള വിശ്വാസവും ആദർശവും ശരിയായ ഇസ്ലാമും പിന്തുടരുന്ന, അത് ഏറ്റെടുത്തു കൊണ്ടുപോകുന്ന, എനിക്കും എന്റെ കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന നല്ല പിന്മുറക്കാരായി എന്റെ മക്കൾ മാറണം എന്ന ബോധം ഉണ്ടാകേണ്ടത് പിതാവിനാണ്. അതോടൊപ്പം മാതാവിനും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള, ചേർത്ത് പറഞ്ഞ പല കാര്യങ്ങളും പരിശോധിച്ചാൽ അല്ലാഹുവും നമ്മളുമായുള്ള ബന്ധം, അതിനെ ഏറ്റവും നന്നായി നിലനിർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനും നമുക്കുമിടയിലുള്ള കാര്യങ്ങൾ നമ്മൾ നേരാവണ്ണം കൊണ്ടുപോയാൽ മനുഷ്യനും തമ്മിലുള്ള കാര്യങ്ങൾ അള്ളാഹു നേരെയാക്കി തരുമെന്നാണ്. ഇതൊരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാം. അപ്പൊ നമ്മളും അള്ളാഹുവുമായുള്ള ബന്ധം നമ്മൾ നന്നാക്കിയാൽ ബാപ്പയും ഉമ്മയും തമ്മിലും, ബാപ്പയും ഉമ്മയും മക്കളും കുടുംബവും തമ്മിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ അള്ളാഹു നേരെയാക്കി തരും. അപ്പൊ ആ കുടുംബത്തെ നേരെയാക്കണമെങ്കിൽ കുടുംബത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ബാപ്പ, പിന്നെ ഉമ്മ, അവർ കുടുംബത്തെ നേരെ നയിക്കാൻ തയ്യാറാകണം. അതിനുള്ള സതുദ്ദേശം നമുക്കുണ്ടാകണം. ആ വിഷയത്തിൽ നമുക്ക് കഴിയാവുന്ന കാര്യങ്ങൾ നാം ചെയ്യണം. അതിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ, ചെയ്യാവുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിനോട് സഹായം തേടുകയും അതിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ നേരെയാക്കി തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അത്തരം കുടുംബങ്ങൾ നല്ല നിലയിൽ പോകും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ വചനത്തിൽ നമുക്കൊക്കെ അറിയുന്ന, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. ആരാണ് ഇബാദുർ റഹ്മാൻ? റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ. വല്ലദീന യഖൂലൂന, പറയുന്ന ഒരു കൂട്ടരാണ്. എന്താ പറയുന്നത്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ. ബാപ്പയും പ്രാർത്ഥിക്കാൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിലും
ഞങ്ങളുടെ സന്താനങ്ങളിലും ഖുർറത്തു ഐൻ, കൺകുളിർമ നൽകണമേ. കൺകുളിർമ എന്ന് പറഞ്ഞാൽ കണ്ണില് ഐസ് വെക്കലല്ല, സുറുമട്ട കണ്ണിന് തണുപ്പുണ്ടാവും. ഈ കൺകുളിർമ എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഉണ്ടാകുന്ന സമാധാനം കൊണ്ട് ഉണ്ടാകുന്ന കണ്ണിനുള്ള തണുപ്പാണ്. അപ്പൊ ഹൃദയത്തിന്റെ ശാന്തിയും സമാധാനവും ആ സന്തോഷവും നമ്മൾ സാധാരണ പറയും കണ്ണ് ചൂടാകുന്ന പറഞ്ഞാൽ അതിനർത്ഥം മാനസികമായി പ്രയാസങ്ങളുണ്ട് എന്നാണ്. അപ്പൊ ആ കൺകുളിർമ നോട്ടം കൊണ്ടും അതുപോലെ തന്നെ അനുഭവം കൊണ്ടും ഉണ്ടാകുന്ന ആസ്വാദനം, നല്ല മക്കളെ കൊണ്ട് ഉണ്ടാകുന്ന സുഖങ്ങൾ, ആ സുഖത്തിന്റെ കണ്ണിന് കിട്ടുന്ന കുളിരാണ് ഈ പറയുന്നത്. ഇത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ, റഹ്മാന്റെ അടിമകൾ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അങ്ങനെ ആകണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇമാമാക്കണമേ. ഇമാം എന്ന് പറഞ്ഞാൽ എന്താ? പള്ളിയിലെ നിസ്കാരത്തിന് ഇമാം നിൽക്കുന്ന ആൾ, അത് ഇമാമാണ്. ആ ഇമാമിനെയാണ് ബേക്കിൽ നിൽക്കുന്ന ആളുകൾ തുടരുന്നത്. നമ്മളെയൊക്കെ ഇമാമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആർക്കാ? മുത്തഖികൾക്ക്. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, തഖ്വയുള്ള, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കി ജീവിക്കുന്ന മുത്തഖികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന, പിൻപറ്റാൻ പറ്റുന്ന ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റണമേ. അതാണ് ഇമാം. രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കണം, വാർഡ് മെമ്പറാക്കണം, പഞ്ചായത്ത് മെമ്പറാക്കണം, പ്രസിഡന്റ് ആക്കണം എന്നല്ല. ഇവിടെ പറയുന്ന ഇമാം എന്താ? ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം ഇമാമാണ്. എന്താ, എങ്ങനെ ഇമാമായത്? അദ്ദേഹത്തെ മാതൃകാ പുരുഷന്മാരായി എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പൊ അതുപോലെ മുത്തക്കികളായ ആളുകൾക്ക് പിൻപറ്റാവുന്ന വാപ്പയാകണം, ഉമ്മയാകണം, മക്കൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന വാപ്പയും ഉമ്മയുമാകണം. പോരാ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും അതാ ആ പിതാവ്, ആ ഉമ്മ, അവരുടെ കുടുംബം എന്ന് പറഞ്ഞ് മാതൃകയാക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ മാറ്റണമേ. അങ്ങനെ നമ്മൾ മാറുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമുള്ള സന്തോഷം, ആ കൺകുളിർമയുണ്ടാകും. ഈ കൺകുളിർമ ലഭിക്കണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ. ഒരു വിഷയത്തിലും പ്രാർത്ഥന മാത്രം പോരാ, പ്രാർത്ഥനക്കൊപ്പം പ്രവർത്തനവും അനിവാര്യമാണ്. നമുക്കെന്ത് സാധിക്കുന്നുവോ ആ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിച്ചാൽ മാത്രമേ പ്രാർത്ഥന കൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ. അള്ളാഹുവേ റിസ്ക് നൽകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് അധ്വാനിക്കാതെ, ഒരു പണിയുമെടുക്കാതെ, അലസനായി മടിയനായി വീട്ടിൽ തന്നെ കുത്തിയിരുന്നാൽ റിസ്ക് കിട്ടുകയില്ല. പക്ഷികൾക്ക് അള്ളാഹു റിസ്ക് കൊടുക്കുന്നു. പൊട്ടിയ വയറുമായി പോകുന്ന പക്ഷികൾ വയറ് നിറച്ച് തിരിച്ചു വരുന്നു. നബിന്റെ ഹദീസ് കാണാം. കൂട്ടുകുത്തിരുന്നിട്ടല്ല, കൂട് വിട്ട് നമ്മളെ നിൽക്കുന്നതിന്റെ മുമ്പ് തന്നെ ഉണർന്ന് അവരുടെ ദിക്റും ദുആയൊക്കെ നടത്തി കൂട് വിട്ട് പോകാൻ. എന്താണ്? എവിടെയാണോ അന്നമുള്ളത് ഭൂമിയുടെ പല ഭാഗത്തും പക്ഷികൾ പറന്നു പോകുന്നു. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അന്നം തേടി പോകുന്ന പക്ഷികളുണ്ട്. അവർക്ക് അള്ളാഹു കൂട്ടിലിരുന്നിട്ടല്ല ഭക്ഷണം കൊടുക്കുന്നത്, തേടിപ്പോവുക എന്ന പക്ഷി ചെയ്യേണ്ടുന്ന പ്രവർത്തനം നടത്തുമ്പോൾ അള്ളാഹു റിസ്ക് കൊടുക്കും. അപ്പൊ നമ്മൾ റിസ്ക് തരണേ എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്നാൽ റിസ്ക് കിട്ടുമോ? ഇല്ല. കച്ചവടം ചെയ്യണം, കൃഷി ചെയ്യണം, ജോലി ചെയ്യണം, അധ്വാനിക്കണം. എന്താണോ സാധ്യമായത് ആ സാധ്യമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടണം. അത് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനമാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുക, അപ്പൊ റിസ്ക് അള്ളാഹു തരും. മക്കളെ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ കല്യാണം കഴിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ പെണ്ണ് പുതിയാപ്പിളയെ സ്വീകരിക്കാതിരുന്നാൽ മക്കളുണ്ടാവോ? ഇല്ല. ആകാശം കുട്ടികളെ ഇറക്കിത്തരില്ല, ഭൂമി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കില്ല. ഷെയ്ഖ് ഹുസൈമിന്റെ ഒരു ഖുത്ബ ഈ വിഷയത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ വാചകാണിത്. കുട്ടികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നാൽ കുട്ടികൾ ഉണ്ടാവുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആകാശം കുട്ടികളെ വർഷിപ്പിക്കുകയില്ല, ഭൂമി സന്താനങ്ങളെ മുളപ്പിക്കുകയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇസ്ലാം പറഞ്ഞ രീതിയിൽ കല്യാണം കഴിക്കണം. ഇതുപോലെ കൺകുളിർമയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതുണ്ടാകാൻ വേണ്ട മുത്തഖികൾക്ക് ഇമാമാകാനുള്ള യോഗ്യത നേടുക എന്ന ഇസ്ലാമിക രീതിയിലൂടെയുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ ബാപ്പയും എന്ത് തയ്യാറാകണം. അപ്പൊ മക്കളും നേരെ വരും. അല്ലെങ്കിൽ മക്കൾ തിരിച്ചു വയ്ക്കൂ, നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കും, നിങ്ങൾ വെളിപ്പുണ്ടോ, നിങ്ങൾ ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ടോ, നിങ്ങൾ സത്യം പറയുന്നുണ്ടോ, നിങ്ങൾ അങ്ങനെയില്ലേ, ഇങ്ങനെ ചെയ്യില്ലേ, ഇങ്ങനെ ചോദിക്കുന്ന മക്കളുണ്ട്. കാരണം മാതാപിതാക്കളെക്കാൾ നല്ല മക്കൾ ചിലപ്പോൾ കുടുംബം ദീനിയായ അന്തരീക്ഷം ഇല്ലാത്ത, അല്ലെങ്കിൽ ദീൻ പഠിക്കാത്ത മാതാപിതാക്കൾക്ക് ദീൻ പഠിക്കാൻ താല്പര്യമുള്ള മക്കൾ ഉണ്ടാകുന്നു. ശിർക്കിലും വിദേഹത്തിലും ജീവിക്കുന്ന കുടുംബങ്ങളിൽ മക്കൾ സ്വയം പഠിച്ച് പുതിയ പുതിയ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ തേടിപ്പിടിച്ച് അന്വേഷിച്ച് തൗഹീദിലേക്ക് വരുന്ന എത്രയോ മക്കളെ നമുക്ക് കാണാൻ പറ്റും. തിരിച്ചുകൊണ്ട് രണ്ടും സംഭവിക്കാം. അപ്പോ ഒന്നത്. രണ്ടാമത്തേത്, മക്കൾ സന്തോഷവും കുളിർമയും മനസ്സിന് വികാസവും ഒക്കെ ആകുന്നതിന് പകരം ബുദ്ധിമുട്ടും പ്രയാസവും ദൗർഭാഗ്യവും കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിന് തന്നെ രോഗവും പ്രയാസവും ഒക്കെ ആയിത്തീരുന്ന കുടുംബങ്ങൾ ഉണ്ടാവും. അതിൽ ഭൂരിഭാഗവും പരിശോധിച്ചാൽ എപ്പോഴാണ്? യഥാർത്ഥ ഉത്തരവാദിത്തം രക്ഷിതാക്കൾ നിർവഹിക്കാതിരിക്കുമ്പോഴാണ്. നിർവഹിച്ചാലും ഉണ്ടാകാം. നൂഹ് നബിയുടെ മകനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാത്തത് കൊണ്ടല്ല, മകനെ നിരന്തരമായി പ്രേരിപ്പിക്കാത്തത് കൊണ്ടല്ല,
മകന് ക്ലാസ് എടുക്കാത്തത് കൊണ്ടല്ല നൂഹ് നബിയുടെ മകൻ പിഴച്ചുപോയത്, ബാപ്പ കാണെ തിരയിൽ മുങ്ങി ചത്തുപോയത്. അത് അള്ളാഹുവിന്റെ വിധിയാണ്. അപ്പൊ അങ്ങനെയും ഉണ്ടാകാം. എന്നാൽ അധ്വാനിക്കേണ്ടത്, ശ്രമിക്കേണ്ടത്, മക്കൾക്ക് തർബിയത്ത് കൊടുക്കേണ്ടത് അത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. ബാധ്യത നിർവഹിച്ചിട്ടും നല്ല മക്കളായി വളരുന്നില്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് പറയാം, എന്റെ ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചിരിക്കുന്നു, നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നീ പറഞ്ഞ പണികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ മക്കൾ നേരെയായില്ല. നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, അള്ളാഹുവിന്റെ പേരിൽ ശിക്ഷിക്കൂല. ഈ മക്കൾ നന്നായി വന്ന് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അതേ പ്രതിഫലം ബാപ്പക്കും ഒക്കെ കിട്ടും. എന്നാൽ മക്കളെ നന്നാക്കിയില്ല, മക്കൾ പഴച്ചുപോയി എങ്കിൽ മക്കൾക്ക് ശിക്ഷണം കൊടുക്കാത്തതിന്റെ ശിക്ഷ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും. അപ്പോ ഷെയ്ഖ് ഹുസൈമിന്റെ ഒരു വാചകം കാണാം, മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിലപ്പുറം ഒരു ഉത്തരവാദിത്വവും മക്കളോട് ചെയ്യേണ്ടുന്ന ഏത് ദീനിയായ ഭക്ഷണം കൊടുക്കുക, തിന്നാൻ കൊടുക്കുക എന്നുള്ള വിഷയമല്ല, അത് വേറെ. മതപരമായ ബാധ്യതകൾ നിറവേറ്റുക, ഇസ്ലാമിക തർബിയത്ത് കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഒരുപാട് രക്ഷിതാക്കളുണ്ട്. മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും അവൻ ചെയ്തു കൊടുത്തിട്ടില്ല. അള്ളാഹു പഠിപ്പിച്ച പ്രകാരം കുടുംബത്തെ അവന് പരിപാലിക്കുകയും ശിക്ഷണം നൽകുകയും ചെയ്തിട്ടില്ല. പാപ്പ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗുരുവായി മാറിയിട്ടില്ല, അധ്യാപകനായി മാറിയിട്ടില്ല, ഗുണപാഠം പഠിപ്പിക്കുന്നവനായി മാറിയിട്ടില്ല. എന്നിട്ട് നമുക്ക് കാണാം വിശുദ്ധ ഖുർആനിൽ ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലിഹിം യൗമൽ ഖിയാമ. ഇതൊക്കെ ഞാൻ പെരുന്നാൾ ഖുത്ബയിൽ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ നഷ്ടകാരികൾ ആരാണ്? സ്വന്തത്തെയും കുടുംബത്തെയും നഷ്ടപ്പെടുത്തിയവരാകുന്നു. അവനവനെ നഷ്ടപ്പെടുത്തി, കുടുംബത്തെയും നഷ്ടപ്പെടുത്തി. ഇവരാണ് ഖിയാമത്ത് നാളിൽ ഖാസിറൂൻ, നഷ്ടകാരികൾ. അപ്പൊ നമുക്ക് നമ്മെ തന്നെ നഷ്ടപ്പെട്ടു, നമ്മുടെ മക്കളും നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമ്മുടെ കുടുംബം വളരുന്നതെങ്കിൽ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ എന്നിട്ടുള്ള പറയാൻ, അതാകുന്നു സുവ്യക്തമായ നഷ്ടം. ഇത് സ്വന്തവും നഷ്ടപ്പെടുക, മക്കളും സന്താനങ്ങളും നഷ്ടപ്പെടുക. നഷ്ടപ്പെടുക എന്നാൽ ഇസ്ലാമിൽ നിന്ന് പോയി സ്വർഗത്തിലേക്ക് എത്തിയില്ല, നരകത്തിന്റെ ആളുകളായി മാറി. അതാകുന്നു ഏറ്റവും വലിയ നഷ്ടം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, താക്കീത് നൽകിയിട്ടുണ്ട്. ഇനി മനുഷ്യന്മാരിൽ ഭൂരിപക്ഷം ആളുകളെ പരിശോധിച്ചാലും അവർ അധ്വാനിക്കുന്നത്, പരിശ്രമിക്കുന്നത്, ഉറക്കമൊഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമ്പത്തുണ്ടാക്കാൻ, ഉണ്ടാക്കിയ സമ്പത്ത് പോഷിപ്പിക്കുവാൻ. അപ്പോ സമ്പത്തുണ്ടാക്കുക, അത് സംരക്ഷിക്കുക, വർദ്ധിപ്പിക്കുക, ഇതിനാണ് മനുഷ്യൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവന്റെ ഉറക്ക് അവൻ നഷ്ടപ്പെടുത്തുന്നു. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവൻ പരിഗണിക്കുന്നില്ല. വിശ്രമിക്കാൻ അവന് സമയമില്ല. 24 മണിക്കൂറും ഉറങ്ങിയാൽ പോലും ചിന്ത സ്വത്തിനെ കുറിച്ച് അവിടെ ഇവിടെ ഇതൊക്കെയാണ്. ഇങ്ങനെ മുഴുവൻ സമ്പത്തുമായി കെട്ടിപ്പണഞ്ഞു കിടക്കുന്നു. അങ്ങനെ അവനെ തന്നെ മറന്നു, അവന്റെ സന്താനങ്ങളെയും മറന്നു. ഇങ്ങനെ പണമുണ്ടാക്കിയിട്ട് കുടുംബത്തെ നന്നാക്കാതെ, കുടുംബത്തിന് ദീനിയായ സംരക്ഷണം കൊടുക്കാതെ, അതിലേക്ക് കൊണ്ടുവരാതെ ദുനിയാവിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്നത്, അതിനധ്വാനിച്ചിട്ട് ഈ സമ്പത്ത് കൊണ്ട് എന്ത് ഉപകാരമാണ് ഇങ്ങനെ അധ്വാനിക്കുന്ന ആളുകൾക്ക് കിട്ടാനുള്ളത്? സമ്പത്ത് വേണ്ടെന്നല്ല, അധ്വാനിക്കേണ്ടെന്നല്ല, പണം ഉണ്ടാക്കേണ്ട എന്നുമല്ല. പക്ഷേ അതുള്ളതോടൊപ്പം തന്നെ അതിൻ്റെതായ പരിഗണനയും അതിനേക്കാൾ ഏറെ പരിഗണന കുടുംബത്തെ നന്നാക്കി തീർക്കുന്ന വിഷയത്തിൽ, ദീനീ സംരക്ഷണം നൽകുന്ന വിഷയത്തിൽ, തനിക്ക് കിട്ടിയ ആരോഗ്യവും പണവും സമ്പാദ്യവും തന്റെ കുടുംബത്തെ മതപരമായി വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി തന്റെ മക്കൾ, അള്ളാഹു തനിക്ക് നൽകിയിട്ടുള്ള, മക്കൾക്ക് കൊടുത്തിട്ടുള്ള നേമത്തുകൾക്ക് നന്ദി കാണിച്ച് ജീവിക്കുന്ന മക്കളായി വളരാൻ തന്റെ സമ്പത്തും സമയവും ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത മാതാപിതാക്കൾ ഈ പണത്തിന് വേണ്ടി മാത്രം ജീവിച്ചിട്ട്, അതാണ് നേരത്തെ പറഞ്ഞത്, അവർ അവരെയും കുടുംബങ്ങളെയും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. സൂറത്തു തഹരീമിലെ 6-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. അല്ലയോ വിശ്വസിച്ചവരെ, ആരാണ് പറയുന്നത് നോക്കണം, വിശ്വസിച്ച മനുഷ്യന്മാരെ. ഖുർആനിൽ ജനങ്ങളെ എന്ന് വിളിച്ച് സംബോധന ചെയ്ത് പറയുന്ന കുറെ ആയത്തുകളുണ്ട്, വിശ്വാസികളെ എന്ന് വിളിച്ച ആയത്തുകളുണ്ട്. അപ്പൊ വിശ്വസിച്ച ആളുകളോടുള്ള അള്ളാഹുവിന്റെ ഉപദേശമാണ് ഖൂ അൻഫുസകും. ഇതൊക്കെ നമ്മൾ എത്ര വട്ടം നമ്മൾ കേട്ടുപോയതാ. ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളുക, നിർത്തിയില്ല. വഅഹ്ലീകും, നിങ്ങൾ നിങ്ങളെ മാത്രം സൂക്ഷിച്ചാൽ, കാത്താൽ പോരാ. വഖായതി, നീ കാക്കുക, നീ സംരക്ഷണം കൊടുക്കുക. വിഖായ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ എന്നാണ്. ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കണം. എന്തിൽ നിന്ന്? നാറൻ, നരകത്തിൽ നിന്ന്. അപ്പൊ നരകത്തിൽ എത്തുന്നതിൽ നിന്നുള്ള സംരക്ഷണം നിങ്ങൾക്കും നിങ്ങൾ ഉണ്ടാക്കണം, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾ ഉണ്ടാക്കണം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ബാപ്പക്കും പിന്നെ ഉമ്മക്കും, ഈ രണ്ടുപേർക്കാണ് കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അള്ളാഹു ആരോടാ പറയണത്? നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എന്ന് പറഞ്ഞാൽ ഒന്നാമതായി ബാപ്പ, രണ്ടാമതായി ഉമ്മ. ഇനി ബാപ്പല്ലെങ്കിൽ
പരിപാലകനായി വരുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളാരാണോ അയാൾ സ്വന്തത്തെയും ആ കുടുംബത്തെയും തീയിൽ നിന്ന്, നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. വിശ്വാസികളെ, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാൻ. പിന്നെ നരകത്തെ കുറിച്ച് പറയുന്നു വഖൂദ്. വഖൂദ് എന്ന് പറഞ്ഞാൽ ഇന്ധനം. നരകത്തിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുമാണ്. മനുഷ്യരെയും കല്ലിനെയും കത്തിച്ച് പെട്രോളും ഡീസലും അല്ല, മനുഷ്യരെയും കല്ലുകളെയും കത്തിച്ച് കത്തുന്ന നരകം. അതിൽ മലക്കുകളുണ്ട്, പരുഷ സ്വഭാവക്കാരായ മലക്കുകളുണ്ട്, കണിശമായ നിലപാട് സ്വീകരിക്കുന്നവരുണ്ട്. ഹിലാലുൻ ഷിദാദുൻ. അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കാത്ത, അള്ളാഹു കൽപ്പിച്ചതൊക്കെ നടപ്പിലാക്കുന്ന മലക്കുകളുമാകുന്നു ആ നരകത്തിലുള്ളത്. ഒരു റെക്കമെൻഡും നടക്കൂല, ഒരു വാസ്തയും നടക്കൂല, ഒരു ഇളവും കിട്ടൂല. അള്ള പറഞ്ഞതെന്തോ അങ്ങനെ നടപ്പിലാക്കുന്ന നരകത്തിന്റെ ആളുകളായി, നരകത്തിന്റെ കാവൽക്കാരനായി വേറൊരു മലക്ക്, അതിന്റെ കീഴിൽ കുറെ മലക്കുകൾ. ഇവരാണ് ഇപ്പൊ ജയിലിന്റെ മേലുദ്യോഗസ്ഥനുണ്ടാവും, അതിലെ ജയിൽ വാർഡന്മാരുണ്ടാവും, മറ്റുദ്യോഗസ്ഥന്മാരുണ്ടാവും. ഇതുപോലെ തന്നെയാണ് നരകത്തിന് അള്ളാഹുണ്ട്, ഒരു ഹാസിനുണ്ട്, പിന്നെ അതിന്റെ കീഴിൽ കുറെ മലക്കുകളുണ്ട്. അവരെ കുറിച്ചാണ് ഹിലാലുൻ ഷിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഈ താക്കീത് മനുഷ്യനും കല്ലും കത്തുകയാണ്. ആ നരകത്തിൽ നിങ്ങൾ തന്നെ നരകത്തിന്റെ ഇന്ധനമാകുന്നതിൽ നിന്ന് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞത് കാണാം. നീ നിന്നെ സൂക്ഷിക്കുക എന്ന് മാത്രം അള്ളാഹു പറഞ്ഞ് മതിയാക്കിയില്ല, മറിച്ച് നിന്റെ കുടുംബത്തെയും, കുടുംബം തന്നെ ഭാര്യ വിട്ടു, മക്കൾ വിട്ടു, തന്റെ കീഴിൽ ആരൊക്കെ വരുന്നുവോ, പാപ്പയും ഉണ്ടെങ്കിൽ അവർ വിട്ടു, ഇവരൊക്കെ എന്ത് ചെയ്യണം? ഇസ്ലാം ദീൻ പഠിപ്പിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ആ കുടുംബത്തിന്റെ ചുമതലയാർക്കാണോ എല്ലാവർക്കുമുണ്ട്. അപ്പൊ ഈ ഇരിക്കുന്നവരിൽ എത്ര ആളുകൾ ബാപ്പമാരാണ്, എത്ര ഉമ്മമാരുണ്ട്, എത്ര രക്ഷിതാക്കളുണ്ട്, യതീമുകളായ ആളുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകളുണ്ടാവും. ഭാരിച്ച ഉത്തരവാദിത്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞതുപോലെ പണത്തിന് വേണ്ടി മാത്രം പണിയെടുക്കുകയും എന്നിട്ട് സ്വന്തത്തെയും സ്വന്തം മക്കളെയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും ഒരു വിഷയം, ഒരു പനിയോ ഒരു ചൂടോ ഒരു തീപ്പൊള്ളലോ ചെറിയ ഒരു കുമിളയോ കുട്ടികളുടെ ശരീരത്തിലുണ്ടായാൽ അപ്പോടുകയാണ്. എന്തിന്? ഇതെന്തായിരിക്കും? ഈ നീർക്കെട്ട് എന്താണ്? ഈ വീക്കം എന്താണ്? ഈ നിറവ്യത്യാസം എന്താണ്? എന്റെ കുട്ടിക്ക് വല്ലതും പറ്റിയോ? എവിടെ, ഏത് ഡോക്ടറെയാണ് കാണിക്കേണ്ടത്? ഒരുപാട് ആളുകൂടെ അന്വേഷിക്കുന്നു. ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഏതാണ്? ഏറ്റവും നല്ല ചികിത്സയുടെ പൈസ എത്ര ചെലവാക്കിയും തിരക്കിടില്ല. പാപ്പയമ്മ ഓടുകയാണ്. എന്തിന്? ഈ ചെറിയ പൊള്ളലിൽ നിന്ന് എന്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ. പക്ഷേ നാളെ പരലോകത്ത് തീയിന്റെ കത്താനുള്ള ഇന്ധനമായി എന്റെ മക്കൾ മാറുന്നതിൽ നിന്ന് എന്റെ മക്കളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? ഒരു തീപ്പൊള്ളലേറ്റതിനാണ്, അല്ലെങ്കിൽ ചെറിയൊരു പാടിനാണ് നമ്മൾ ഓടുന്നത്. ഏതൊക്കെ സ്പെഷ്യലിനെ കാണിക്കാൻ പറ്റും ആ സ്പെഷ്യലിസ്റ്റിന്റെ അടുക്കൊക്കെ പോകുന്നു. എത്ര ഫീസ് തിരക്കില്ല, 300 ആയാലും 500 ആയാലും തിരക്കില്ല. പക്ഷേ നാളെ എന്റെ മക്കൾ നരകത്തിന്റെ ഇന്ധനം ആകുമോ എന്ന ചിന്ത മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ അവരാണ് ഏറ്റവും ബുദ്ധിമോശം സംഭവിച്ച ആളുകൾ, നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ നഷ്ടകാരികൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ മേൽ ഈ വെക്കേഷൻ കാലത്ത് എന്ന് മാത്രമല്ല, അല്ലാത്തപ്പോഴും പരിപൂർണമായ നിയന്ത്രണം. എവിടെ പോകുന്നു, എപ്പോൾ വരുന്നു, എപ്പോൾ ഉറങ്ങുന്നു, എന്ത് വായിക്കുന്നു, എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, ആരുമായി കൂട്ടുകൂടുന്നു, ആരാണ് അവന്റെ സുഹൃത്തുക്കൾ, എവിടെയൊക്കെ അവൻ പോയിരിക്കുന്നു എന്നതൊക്കെ കൃത്യമായ മേൽനോട്ടമുള്ള ഒരു മുശ്രിഫ് എന്ന് പറഞ്ഞാൽ മേൽനോട്ടക്കാരൻ എന്നാണ്. അപ്പൊ മക്കളുടെ മേൽ ശരിയായ മേൽനോട്ടക്കാരായി പാപ്പയും ഉമ്മയും, അവരുടെ അനക്കവും അനക്കമില്ലായ്മയും ഇതൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയാണ്. കൂടുതലായി സംസാരിക്കുന്നുണ്ടോ? മോനെ ശ്രദ്ധിക്കണം. സംസാരം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ? കുടുംബത്തിൽ വീട്ടിലേക്ക് ഇറങ്ങി വരാതെ റൂമിൽ വാതിലടച്ച് ഒറ്റയ്ക്കിരിക്കുന്ന പ്രവണത കൂടി വരുന്നുണ്ടോ? എങ്കിൽ അവനെ നിരീക്ഷിക്കണം. എല്ലാം നിരീക്ഷിക്കണം, കൂടിയാലും കുറഞ്ഞാലും നിരീക്ഷിക്കണം. അതാണ് സക്കനാത്ത് വഹറകാത്ത്. ചലനവും ചലനമില്ലായ്മയും, സംസാരവും സംസാരമില്ലായ്മയും, സംസാരം കൂടുന്നതും കുറയുന്നതും, അവന്റെ കണ്ണും അവന്റെ ചുണ്ടും അവന്റെ വായ മണപ്പിച്ചു നോക്കലും, ഇതൊക്കെ രക്ഷിതാക്കൾ ചെയ്യണം. ഓരോന്നും ഉണ്ടാകണം. നന്മ അംഗീകരിക്കണം. തിന്മയുണ്ടായാൽ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, എതിർപ്പ് നമ്മൾ പ്രകടിപ്പിക്കണം. നല്ല ഗുണകാംക്ഷയോടുകൂടി പെരുമാറണം. ദേഷ്യം പിടിച്ച് മക്കളെ ശത്രുക്കളാക്കി മാറ്റരുത്. ഉപദേശിക്കണം, നല്ലതുണ്ടെങ്കിൽ അംഗീകരിക്കണം, പിന്നെ അവരെ പ്രോത്സാഹിപ്പിക്കണം. അതേപോലെ തിന്മ തെറ്റാണെന്ന് പഠിപ്പിക്കണം, ഉണ്ടെങ്കിൽ അതിനെതിർക്കണം. എന്നാൽ കോപിച്ച് പരിധി വിട്ട് അടിച്ച് നമ്മളെ ശത്രുക്കളായി കാണുന്ന അവസ്ഥയിലേക്ക് പോയാൽ അത് കൂടുതൽ ഫസാദിലേക്ക് പോകും. അടി വേണ്ടെന്നല്ല, അടി വേണം. വീടിന്റെ ഇറയത്ത് ഒരു വടി തൂക്കിയിടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം. അതെന്തിനാ? ഇത് എടുത്ത് ചിലപ്പോൾ മാപ്പയമ്മയൊക്കെ ഉപയോഗിക്കും എന്ന് വീട്ടിലെ ആളുകൾക്ക് പേടിയുണ്ടാകാനാണ്. നബിന്റെ ഹദീസിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ആ നിലക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കളെ
കാറ്റിൽ ആടുന്ന മരത്തിന്റെ ചെറിയ ചില്ലകൾ, ശക്തമായ കാറ്റ് വന്നാൽ മരമടക്കം മറിഞ്ഞു വീഴും, വെള്ളമുണ്ടായാൽ നശിച്ചു പോകും. ഇത് നമ്മൾ കാണുന്നതാണ്. ഇതുപോലെ ചുറ്റുഭാഗത്തും ചീത്ത ചിന്തകളും തെറ്റായ വിചാരങ്ങളും പ്രവർത്തനങ്ങളും ആകെ ഫസാദിലും ഫിത്നയിലും നിറഞ്ഞു മുങ്ങിക്കുളിച്ച ചുറ്റുപാടിലാണ് നമ്മളും നമ്മുടെ കുടുംബവും മക്കളും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിയായ നിയന്ത്രണവും മേൽനോട്ടവും അങ്ങനെ അങ്ങ് തുറന്നു വിട്ടാൽ, നബി പറഞ്ഞല്ലോ, മക്കളെ ജൂതനോ ക്രിസ്ത്യാനിയോ മജൂസിയാക്കുന്നത് ബാപ്പയമ്മയാണ്. കാരണം എന്താ? നിയന്ത്രണമില്ലാതെ വിട്ടാൽ ഒരു ചെടി വളർന്നു പോകുന്നു, അതിനെ നമ്മൾ വെട്ടി നന്നാക്കുന്നില്ല, നീളം കുറക്കുന്നില്ല, കൊമ്പുകൾ ഉണ്ടാകാൻ വേണ്ടി, ശാഖകൾ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്നില്ല, അതങ്ങനെ നീണ്ടുപോകും. അതിമ കായ ഉണ്ടായപ്പോൾ നമുക്ക് പറിക്കാൻ കിട്ടൂല. കൃഷിശാസ്ത്രമനുസരിച്ച് അതിന്റെ നീളം കുറച്ച് കുറ്റിച്ചെടികളാക്കി വളർത്തി കമ്പുകളാക്കി പരന്ന് നമുക്ക് എത്താവുന്ന പരിധിയിലോ കയറിയെടുക്കാവുന്ന പരിധിയിലാണെങ്കിൽ ആ കായ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. കെട്ടേണ്ടടുത്ത് കെട്ടണം, കുത്തുകൊടുക്കേണ്ടടുത്ത് കുട്ടുകൊടുക്കണം, ഇനി ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം, ഇതൊക്കെ ചെയ്യണം. ഒന്നുമില്ലാതെ വിട്ടാലോ അതങ്ങനെ പോകും. അപ്പൊ ഇത്തരം വികൃതമായ ചുറ്റുപാടിൽ മക്കളെ നിയന്ത്രണമില്ലാതെ വിട്ടാൽ ഈ മക്കൾ നമുക്ക് ഉപദ്രവകരമായി മാറും, വലിയ ശത്രുക്കളായി, വലിയ തമ്മാടികളായി വളർന്നു വരും. നമ്മൾ തന്നെ ഖേദിക്കേണ്ടി വരും ജീവിതകാലത്ത് തന്നെ, മരിച്ചിട്ട് വേറി. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ഈ കാര്യം നമ്മൾ ഓർമ്മിക്കുക. അതിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വേനൽക്കാലം നമ്മുടെ മക്കളെ ദീനീ രംഗത്ത് നമ്മൾ നിലനിർത്തുകയും അതിനെ പ്രേരിപ്പിക്കുകയും ഉപയോഗപ്പെടുത്തുകയും അതിനുള്ള അവസരങ്ങൾ അവർക്കുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. അവധിക്കാലം ആഘോഷിക്കാനാണ് കുട്ടികളുടെ ചിന്ത ഉണ്ടാകുക. രക്ഷിതാക്കളും അങ്ങനെ തന്നെ 10 മാസം അങ്ങനെ ബുക്കും കെട്ടും ബാഗും പഠനവും പെന്നും എഴുത്തും വായനയും ഓൺലൈൻ ക്ലാസും ട്യൂഷനും സ്കൂളായിട്ട് ഇങ്ങനെ നടക്കല്ലേ, കുറച്ച് കുട്ടികൾ കളിച്ചോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, കുട്ടിയാണെങ്കിലും പ്രായം കൂടിയവരാണെങ്കിലും ആരാണെങ്കിലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു വിശ്രമം എന്ന് പറയുന്ന ഒന്നില്ല. ഇതാ പറകത്ത ഫൻസ്വബ് ഖുർആനിലെ ആയത്താണ്, നമുക്കറിയാവുന്നതാണ്. ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ ഫൻസ്വബ്, നീ നിന്നെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ നീ അധ്വാനിക്കണം. നീ ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ വീണ്ടും അധ്വാനിക്കുക. ഒരു പ്രവർത്തനം കഴിഞ്ഞാൽ വെറുതെക്കാന്നുള്ളതല്ല. വെറുതെക്കാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരവസരവും നൽകിയിട്ടില്ല. അതാണ് ഫൈദാ ഫറഗ്ത, നീ ഒന്നിൽ നിന്ന് ഒഴിവായാൽ ഫൻസ്വബ്, നീ അധ്വാനിക്കണം, ക്ഷീണിക്കണം, ശ്രമിക്കണം. അതാണ് ആയത്തിന്റെ അർത്ഥം. അപ്പൊ വിശ്രമം എന്ന് പറയുന്നത് കുട്ടികൾക്കില്ല, ബാപ്പക്കൂല്ല, ആർക്കില്ല. വിശ്രമം, ഫറാഗ്, ഒഴിവ് എന്ന് പറയുന്നത് വഞ്ചിതരാകാതിരിക്കാൻ നബി ഉപദേശിച്ച കാര്യമാണ്. കാരണം ഒഴിവ് സമയം വെറുതെ കളയരുത്, അതിനെ ഉപയോഗപ്പെടുത്തണം. അപ്പൊ 2 മാസത്തെ വെക്കേഷൻ ഉണ്ടെങ്കിൽ അത് ശരിയായ നിലക്ക് നേരത്തെ പറഞ്ഞ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. കാരണം നമ്മുടെ ആയുഷ്കാലം എന്തിനുപയോഗിച്ചു എന്നത് നമ്മളോട് ചോദിക്കും. കുട്ടികൾ എന്ന് പറയുമ്പോൾ SLC ഒക്കെ പ്രായത്തിൽ എത്തിയ കുട്ടികൾ പ്രായപൂർത്തിയെത്തി, പിന്നെ അതിന്റെ അങ്ങോട്ട് +2, ഡിഗ്രി, PG അങ്ങനെ പോവാൻ. അപ്പൊ 10, 20, 25, 30 വയസ്സ് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലാണ് ഇപ്പോ. അപ്പോ സ്കൂൾ പ്രായത്തിന്റെ ഹൈസ്കൂൾ തലത്തിൽ ആകുമ്പോഴോ അല്ലെങ്കിൽ ആയതിനു ശേഷമോ ഒക്കെ മിക്കവാറും ആളുകൾ പ്രായപൂർത്തിയെത്തുന്നു. ഒരു 8ാം ക്ലാസ് തൊട്ട് അതിന്റെ മുമ്പോ. അപ്പൊ തന്നെ പിന്നെ ഉത്തരവാദിത്തമായി. അപ്പൊ അത് കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പ്രായപൂർത്തിയെത്തുന്നതിനനുസരിച്ച് അവർ ബാധ്യസ്ഥരായി മാറും. അപ്പൊ ഈ വേനൽക്കാലത്ത് പള്ളികളിൽ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ മലയാളികളല്ല, ഖുർആൻ പഠിച്ച ഹാഫിദീങ്ങളാണ് ഇമാമന്മാരുള്ളത്. ഇവര് വെറുതെ ഇരിക്കുകയാണ്. 5 വക്തിന് ഇമാമത്ത് കൊടുക്കുക, ചിലപ്പോൾ ബാങ്ക് കൊടുക്കുക, ഇതേ ഇവർക്ക് പണിയുള്ളൂ. നമ്മളെ കുട്ടികളും വെറുതെ ഒക്കെയാണ്. പള്ളിയിലെ ഇമാമുകളെ ഉപയോഗപ്പെടുത്തി അവർക്ക് പ്രത്യേകമായ കൂടുതൽ എന്തെങ്കിലും അലവൻസ് ശമ്പളങ്ങൾ കൊടുത്ത് പള്ളിയിൽ കഴിയുന്നത്ര സമയം, ഇപ്പൊ മിക്ക പള്ളികളിൽ AC ഉണ്ട്, ചൂടൊന്നും പേടിക്കണ്ട. ഇനി ചൂടുണ്ടോ വിഷയമൊന്നല്ല. കുട്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്രിക്കറ്റ് കളിച്ചാൽ നമുക്ക് യാതൊരു ബേജാറുമില്ല. രാവിലെ ഒരു കളി, ഉച്ചക്ക് കളി, വൈകുന്നേരം പിന്നെയും ഫുട്ബോൾ, വോളിബോൾ ഇങ്ങനെ കളിച്ചാലും ക്ഷീണത്തിന് നമുക്ക് ഒരു ചിന്തയില്ല. കുട്ടിക്ക് ക്ഷീണമില്ല, രക്ഷാക്ക് ബേജാറുമില്ല. പക്ഷെ പള്ളിയിൽ പോണം, വരണം, അവിടെ പോയിരിക്കുന്നതിനാൽ ഇതെങ്ങനെ പിന്നെ ഇരിക്കുക എന്ന് പറയും. അപ്പൊ അത് നോക്കേണ്ടതില്ല. ഇനി ഫാൻ ഉണ്ട്, അല്ലെങ്കിൽ AC ഉണ്ട്. അപ്പൊ പള്ളികൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഖുർആൻ ഓത്ത് പഠിപ്പിക്കുക. മര്യാദക്ക് ഖുർആൻ ഓതാൻ അറിയുന്ന അധ്യാപകർ തന്നെ മദ്രസകളിൽ കുറവാണ്. മുജാഹിദ് മദ്രസകളിൽ, സമസ്തക്കാരന്റെ മദ്രസയെങ്കിൽ ഓത്ത് പഠിച്ചിട്ടുണ്ടാവും, ഓതിനനുസരിച്ച് ചെയ്യുന്നില്ലെങ്കിലും. അപ്പം പിന്നെ കുട്ടിയോ മര്യാദക്ക് ശരിയായ നിയമം അനുസരിച്ച് ഓത്ത് പഠിക്കുന്നില്ല. എന്നാൽ ഈ പള്ളിയിൽ ഇമാമായി വരുന്ന ആളുകൾ തജ്വീദ് പഠിച്ച് ഇഫ്ലാക്കിയ ആളുകളാണ്. അവരെ ഉപയോഗപ്പെടുത്തണം. വേനൽക്കാലത്തും പറ്റും, അല്ലാത്തപ്പോഴും പറ്റും. ഇവരെ ഉപയോഗപ്പെടുത്തിയിട്ട് രാവിലെ അസറിന് ശേഷം, ഇപ്പൊ ഗൾഫിലൊക്കെ കാണാം, ഗൾഫിലൊക്കെ പള്ളികളിൽ അസറിന് ശേഷം പള്ളികളിൽ ഖുർആൻ ഓത്തും ഇഫ്ളും പഠിപ്പിക്കുന്നു. സർക്കാർ, അറബ് ഗവൺമെന്റുകൾ പൈസ കൊടുക്കുകയാണ്. എന്തിന്? വിദേശികളായി അവിടെ വന്ന് ജോലി ചെയ്യുന്ന മക്കളെ പഠിപ്പിക്കാൻ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, അപ്പൊ നമുക്കത് ഉപയോഗപ്പെടുത്താം. രാവിലെയോ വൈകുന്നേരമോ രാത്രിയോ എപ്പോഴോ സൗകര്യമുള്ളത് ഖുർആൻ ഓത്ത് പഠിക്കുക, ഹിഫ്ളാക്കുക. അതിന്റെ ഒന്നും പ്രത്യേകതയും ശ്രേഷ്ഠതയും ഒന്നും ഞാൻ കൂടുതലായി വിശദീകരിക്കേണ്ടെന്ന് യാതൊരു കാര്യവുമില്ല. രണ്ടാമതായി, കുട്ടികൾക്ക് നമ്മുടെ കൂടെ കൂട്ടുകയും സമയത്തിന്റെ വിലയും ജീവിതത്തിൽ അടുക്കും ചിട്ടയും എങ്ങനെ പുലർത്തണം, കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാവും. സ്കൂൾ പോകുമ്പോൾ
എന്നാൽ അത് ജീവിതത്തിൽ സ്കൂളിന്റെ ടൈം ടേബിൾ മാത്രമല്ല, ജീവിതത്തിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം എന്നുള്ള നിലക്ക് എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ഉണരണം, എപ്പോൾ വായിക്കണം, എപ്പോൾ കളിക്കണം, ഇങ്ങനെ ഒരു ടൈം ടേബിൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ വേനൽക്കാലം എന്ന് പറയുന്നത്. കൃത്യസമയത്ത് ഉറങ്ങുക, ഇശാ കഴിഞ്ഞാൽ സംസാരത്തിലോ വിനോദത്തിലോ ഏർപ്പെടാതെ നേരത്തെ ഉറങ്ങുക, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, അതൊക്കെ ഹദീസുകൾ പറഞ്ഞ സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാക്ക് ശേഷം സംസാരിക്കുന്നതും അനാവശ്യമായി ഉറക്കമൊഴിക്കുന്നതും നബി വെറുക്കുകയും എതിർക്കുകയും ചെയ്തിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അത് രാവിലെ എഴുന്നേൽക്കുക. അതെന്തിനാണ്? വിത്ർ നിസ്കരിക്കുക, സുബഹി ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കുക, ഇതൊന്നും ഇല്ലാതെക്കാനാണ് നേരത്തെ ഉറങ്ങുന്നത്. അപ്പൊ നേരത്തെ എഴുന്നേറ്റ് കുട്ടികളെ വിത്ർ പഠിപ്പിക്കുക, ഖുർആൻ ഓതി ശീലിപ്പിക്കുക, ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുക, അങ്ങനെ ഒരു ചിട്ട കുട്ടികൾക്ക് ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, എന്റെ ഉമ്മത്തിന് അവരുടെ രാവിലെയുള്ള പ്രവർത്തനത്തിൽ അതിനേരത്തെ എഴുന്നേറ്റ് അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അതിനാണ് ബുക്കൂർ എന്ന് പറയുന്നത്. അതിൽ അള്ളാഹുവിനെ ബറക്കത്ത് നൽകണമേ എന്ന് നബി പ്രാർത്ഥിച്ചതാണ്. നമ്മളെ സുബഹിസ്കരിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങിയ അന്നത്തെ ദിവസം പോയി, ഒരു ഗുണം പിടിക്കൂല. നേരെ മറിച്ച് സുബഹിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ദിക്റെല്ലുന്നു, പിന്നെ നേരെ അടുക്കളപ്പണിയാണെങ്കിലും ജോലിയാണെങ്കിലും എന്താണോ അതിലേക്ക് ഇറങ്ങിയാൽ ആ ദിവസം നമുക്ക് ഒരുപാട് ഖൈറുണ്ടാവും. അവർക്കതിൽ ബറക്കത്ത് കൊടുക്കണേ എന്ന് നബി പ്രാർത്ഥിച്ചതാണ്. അപ്പോ നമ്മുടെ മക്കളെ ഇതനുസരിച്ച് കൃത്യം ഉറക്കിനും ഉണർവിനും എല്ലാറ്റിനും ഒരു അടുക്കും ചിട്ടയും ടൈം ടേബിളും രക്ഷിതാക്കൾക്കുണ്ടായാൽ അത് മക്കളെയും പഠിപ്പിക്കാൻ സാധിക്കും. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നു, പള്ളിയിൽ പോകാൻ നേരമില്ല, പള്ളിയിൽ പോയി സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ വീണ്ടും വായിക്കണം, പള്ളിയിൽ പോകാൻ നേരമില്ല, ക്ഷീണാണ്, ഇതൊക്കെ ഉണ്ടാവും. വേനൽക്കാലത്ത് 5 വക്തിലും പിതാക്കൾ പള്ളിയിൽ വരുമ്പോ ഇനി മാതാക്കളും പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ മക്കളെ കൂടെ കൂട്ടുക, ജമാഅത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കുക, സമയത്ത് നമസ്കാരം നിർവഹിക്കേണ്ട സ്കൂളിൽ പോയിട്ട് നിസ്കരിക്കാത്ത എത്രയോ മക്കളുണ്ട്. അടുത്ത് പള്ളിയുണ്ട്, ചില പള്ളിന്റെ കോമ്പൗണ്ടിന് പുറത്തിറക്കാൻ പറ്റാൻ നിസ്കരിക്കാൻ പറ്റില്ല, അങ്ങനെ നിസ്കരിക്കാത്ത മക്കളാരുണ്ട്. അവർക്കും പറഞ്ഞേക്കണം നല്ല വിദ്യാഭ്യാസം കിട്ടുമെന്ന് നോക്കണം, മക്കൾ നന്നാവുന്നുണ്ടോ നല്ല നോട്ടം. അപ്പോ ഈ വേനൽക്കാലത്ത് നമസ്കാരത്തിന്റെ ബോധവും ജമാഅത്തിൽ പങ്കെടുക്കുന്നതും ഇതൊക്കെ പഠിപ്പിക്കാം. അതുപോലെ തന്നെ മക്കളെ നാം ചെയ്യുന്ന വീട്ടുജോലികൾ, ഉമ്മാരാണെങ്കിൽ മക്കളെ ഭക്ഷണം പാകം ചെയ്യാനും പാത്രം കഴുകാനും വീട് വൃത്തിയാക്കാനും വസ്ത്രം അലക്കാനും അങ്ങനെ വീട്ടിലുള്ള സൗകര്യങ്ങൾ അവനവന്റേത് അവനവൻ അലക്കാൻ, ഇതൊക്കെ പരിശീലിപ്പിക്കാൻ, പെൺകുട്ടികളെ പഠിപ്പിക്കാൻ, ആൺകുട്ടികളെയും പഠിപ്പിക്കുക. ഭക്ഷണം പാകം ചെയ്യാൻ അവനവൻ തിന്നത് അവൻ കഴുകുക, അവനവന്റെ ഡ്രസ്സ് അവനവൻ അലക്കുക, വീട്ടിൽ സഹായിക്കുക, ഇതൊക്കെ കുട്ടികളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് എല്ലാ മാപ്പയും ചെയ്യാതെ അവരെ ഏൽപ്പിച്ച് അവരെ കൂടി സഹായികളാക്കി വളർത്തിക്കൊണ്ടുവരിക. പിന്നെ ബാപ്പ ചെയ്യുന്ന ജോലി എന്താണോ, പണി എന്താണോ, ആ ജോലിയിൽ മക്കളെ കൂടി പങ്കാളികളാക്കുക. കോൺട്രാക്ട് ആണെങ്കിൽ ആ പണീന്റെ ചില ഭാഗങ്ങൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കണം, കച്ചവടക്കാരാണെങ്കിൽ കൂടെ കൂട്ടണം, അങ്ങനെ കൃഷിയാണെങ്കിൽ അതിൽ കൂടെ കൂട്ടണം. എന്നിട്ട് അധ്വാനിച്ച് ജീവിച്ച് വളരാൻ പ്രായപൂർത്തി എത്തിയാൽ പിന്നെ ബാപ്പ ചെലവിന് കൊടുക്കേണ്ട കാര്യമല്ല, ആൺകുട്ടികൾക്ക് അധ്വാനിക്കണം. അപ്പൊ ആ അധ്വാനം താൻ ചെയ്യുന്ന ജോലിയിൽ മക്കളെ കൂടി പങ്കാളികളാക്കി അധ്വാനശീലരാക്കി മക്കളെ വളർത്തിക്കൊണ്ടുവരണം. ഇതൊക്കെ ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നീ മാത്രം പറഞ്ഞു എന്ന് വിചാരിക്കണ്ട. ഒരു പണ്ഡിതൻ രേഖപ്പെടുത്തി കാണാം, കമ്പ്യൂട്ടർ അതിന്റെ ഉപയോഗം അത്തരം കാര്യങ്ങളും മക്കളെ പഠിപ്പിക്കുക, അതിന്റെ കോഴ്സിന് പറഞ്ഞയക്കുക. അതെന്തിനാണ്? പല പണ്ഡിതന്മാരുടെയും ക്ലാസുകൾ ഫോർവേഡ് ചെയ്യുന്നത്, അത് എഡിറ്റ് ചെയ്യുന്നത്, അതിന്റെ സൈറ്റ് ഉണ്ടാക്കുന്നത്, സൈറ്റിന്റെ മേൽനോട്ടം വഹിക്കുന്നത് നമ്മൾ തെരഞ്ഞു പോയാൽ ചെറിയ ചെറിയ കുട്ടികളെയാണ് കാണുന്നത്. അപ്പൊ ദീനീ രംഗത്ത് അവർക്ക് പഠിക്കാനും പണ്ഡിതന്മാരുടെ ഇൽമുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള കഴിവ് മക്കൾക്കുണ്ടാക്കാൻ, അതുപോലെ തന്നെ തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാൻ, അവരുടെ ചിന്തയെ ശരിയായ വഴിയിലേക്ക് തിരിച്ചുവിടാൻ അപ്പൊ കമ്പ്യൂട്ടറും അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുക. അത് അവരുടെ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടും. ഇതൊക്കെ വെറും ദീൻ മാത്രമല്ല, ഭൗതികവും അതോടൊപ്പം ആഖിറത്തിലും രണ്ടിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കൂടി നമ്മൾക്ക് മക്കളെ പഠിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ കുടുംബ സന്ദർശനങ്ങൾ നമ്മൾ പോകുമ്പോ മക്കളെ കൂടി കൂടെ കിട്ടുക. ബാപ്പനെ കാണാൻ, അമ്മയെ കാണാൻ, വല്യമ്മയെ കാണാൻ, വല്യാപ്പയെ കാണാൻ, എളാപ്പ, മൂത്തമ്മ, അമ്മായി, അമ്മാവന്മാർ, ഈ ആളുകൾ, അതുപോലെ അടുത്ത ബന്ധുക്കൾ, ഇങ്ങനെയൊക്കെ വീടുകളിൽ പോവുക. സ്കൂളിലെ സ്ഥലത്ത് ഒഴിവുണ്ടാവില്ല, സ്കൂളില്ലാത്തപ്പോ ഇവരൊക്കെ കൂട്ടുക, പോര് ഇന്ന സ്ഥലത്ത് പോകാം, ഇന്നൊരാളുണ്ട്, അവിടെ ചെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇത് നമ്മുടെ വാപ്പന്റെ ഇന്ന ആളാണ്, ഉമ്മന്റെ ഇന്ന ആളാണ്, അല്ലെങ്കിൽ സുഹൃത്താണ്, ഇന്ന ബന്ധമാണ്, ബന്ധം പരിചയപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ആ ബന്ധങ്ങൾ സ്ഥാപിക്കുക. അങ്ങനെ മക്കളെ കുടുംബങ്ങളെ പരിചയപ്പെടുത്തുക. എന്തിനാ കുടുംബ ബന്ധം നിലനിർത്തണം? ഇന്ന് ബാപ്പ ഉമ്മ അതിന്റെ അപ്പുറത്ത് ഒരാളെയും മക്കൾക്ക് പലപ്പോഴും പരിചയമില്ല. ഇങ്ങനെ എന്തൊക്കെ മേഖലയിൽ നമുക്ക് മക്കളെ നമ്മുടെ ദീനീ ചുറ്റുപാടിൽ അവർക്ക് ദുനിയാവും ആഖിറവും കൂടെ ഉപയോഗപ്പെടുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ 2 മാസം ശരിക്കൊരു കോഴ്സ് മാതാപിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. കുട്ടികളൊക്കെ മനസ്സിലാക്കുക, ബാപ്പയമ്മയൊക്കെ പറയുന്നത് നിങ്ങളെ മോശാക്കാനല്ല, നിങ്ങൾ നന്നായി നല്ല മക്കളായി വളരാൻ. നിങ്ങളെ സ്കൂളിലൊക്കെ പഠിക്കുന്ന, നിങ്ങളുടെ കൂടെ കളിക്കുന്ന മക്കളുടെ വികൃതികളും സംസാരങ്ങളും പെരുമാറ്റങ്ങളൊക്കെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിടിച്ച് തമ്മിൽ കുത്തി തച്ച്
ചതച്ച് കാണ്ടിക്കണ നമുക്ക് സങ്കടം തോന്നും. അങ്ങനെ കൂടെ പഠിക്കുന്ന താഴെ മേലൊക്കെ പഠിക്കുന്ന കുട്ടികളെ പിന്നെ റാഗിങ് നടത്തി അടിച്ച് ഒതുക്കി കളയുന്ന വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള പ്രായത്തിലുള്ള മക്കളെ കളിക്കുന്നത്. അപ്പൊ അങ്ങോട്ടൊന്നും പോകാതെ നല്ല നിലക്ക് പോകാനാണ് മാതാപിതാക്കൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ബാപ്പനെയും ഒക്കെ അനുസരിക്കുക, എന്നിട്ട് നല്ല മക്കളായി വളരുക.